ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇൻഷോട്ട് ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇൻഷോട്ട് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാറ്റസ് വീഡിയോസ് ആണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ യൂട്യൂബിൽ ഫസ്റ്റായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു ആപ്പാണ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പം അതിൽ നമുക്ക് ആദ്യം ഫോട്ടോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ കോളേജായിട്ട് എഡിറ്റ് ചെയ്യാം, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ 3 ഓപ്ഷനാണ് ഇതിൽ വരിക. അപ്പോൾ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം, പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ അതുപോലെ നമുക്ക് ഏതൊരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമുക്കിത് നിങ്ങളുടെ ബാക്കിലൊരു ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു റേഷ്യോയിലോട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാനാണെങ്കിൽ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഫുൾ സ്ക്രീനായിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി യൂട്യൂബാണെങ്കിൽ യൂട്യൂബ്, റീൽസിലാണെങ്കിൽ റീൽസിലിടാനുള്ള നമുക്ക് എല്ലാ ഓപ്ഷനും ഇതിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്തു. അടുത്ത ഓപ്ഷൻ ഇതിൻ്റെ മ്യൂസിക്. ഇതിൻ്റെ ഓൾറെഡി വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ട്. നമുക്ക് ഞാൻ സൗണ്ട് വേണ്ട, നമുക്ക് വേറെ സൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വോളിയം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. വോളിയം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് നമുക്ക് കുറക്കാവുന്നതാണ്. കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മളത് സൗണ്ട് ഇങ്ങനെ കുറച്ചു. സൗണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ സൗണ്ട് നമ്മൾ കളഞ്ഞിട്ട് രണ്ടാമത് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ പ്ലസ് പുതിയൊരു ട്രാക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ ഓഡിയോ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ മൈ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള സോങ്ങുകൾ, പാട്ടുകൾ, കാര്യങ്ങളെല്ലാം അതിൽ വരും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു ഫുൾ സോങ്ങിൽ നിന്ന് നമുക്കൊരു പാട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് 1 മിനിറ്റുള്ളൊരു ഓഡിയോ ക്ലിപ്പാണ്. ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ആകെ 30 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 30 സെക്കൻഡ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഓഡിയോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇത്രയും ഭാഗം മുതൽ മതി എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് ഫസ്റ്റ് തുടങ്ങി ഇങ്ങനെ വരുന്ന വിധത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതെടുക്കാം. ഇനിയിപ്പോൾ ഇവിടം വരെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ തൊട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ബാക്കിലെ ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് ഓഡിയോ ക്ലിപ്പ് കിട്ടുന്നത്. നമുക്കപ്പോൾ വേറൊരു MP3 കട്ടറോ അങ്ങനെയുള്ള ഒരു ആപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ഓഡിയോ ഇതിലോട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നമുക്കത് വേണ്ട, നമുക്കൊരു വീഡിയോ എന്നാണ് നമുക്കൊരു ഓഡിയോ കട്ട് ചെയ്ത് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ആണ് നമുക്ക് ആവശ്യമുള്ളത് ആ വീഡിയോ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓഡിയോ ആയിട്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ ഓഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും നേരത്തെ കാണിച്ചതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള വേണ്ടാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അത്രേ ഉള്ളൂ. നമുക്കിതിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൽ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വന്നാൽ നമുക്ക് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്തെങ്കിലും വാട്ടർ മാർക്ക് നമ്മൾ എന്തെങ്കിലും ഈ വീഡിയോയിൽ നമ്മുടെ പേജിൻ്റെയോ യൂട്യൂബ് ചാനലിൻ്റെയോ പേര് നമുക്കിതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ മാർക്ക്, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ വാട്ടർ മാർക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. അതിങ്ങനെ ഇതിലിങ്ങനെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. ഒരു സ്റ്റിക്കറായിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കാണാം. പിന്നെ അതിലല്ലാണ്ടുള്ള സ്റ്റിക്കറുകൾ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്കറുകളൊക്കെ ഇതിൽ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ നമുക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതുപോലെ ആഡ് ചെയ്യാം. അതിന് സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരോ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ചാനലിൻ്റെ പേരോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കതിവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇതിങ്ങനെ നമ്മുടെ പേര് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറ് ചേഞ്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫോണ്ടിൻ്റെ ഡിസൈൻ, നമുക്കിവിടെ പല ടൈപ്പ് ഫോണ്ടുണ്ട്. നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണ ഫോണ്ടുകൾ, ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടുകളുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ ഇങ്ങനെ മാറ്റാം. ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സൈസൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ കളറിൽ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ സെലക്ട് ചെയ്യാം. പിന്നെ ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ്, അതിൻ്റെ ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ്, ഷാഡോൻ്റെ ഓപ്പോസിറ്റ് എന്തോരം വേണമെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇങ്ങനെ ലേബിൾ കൊടുക്കണമെങ്കിൽ ലേബിൾ കൊടുക്കാം. ബാക്കിൽ ഇങ്ങനെ ഒരു ലേബിൾ പോലെ വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. ലേബിളിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. എല്ലാ ഓപ്ഷനുകളും ഇതിലുണ്ട്. ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ടെക്സ്റ്റ് നമുക്ക് എത്രത്തോളം നമുക്ക് അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ കൊണ്ടുപോയി വെക്കാം. അതല്ല നമുക്ക് ആവശ്യമുള്ള ഇത്രയും ടൈം വരെ മതി എന്നുണ്ടെങ്കിൽ അവിടെ വരെ കൊണ്ടുവന്ന് വയ്ക്കാം. അതിന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ, നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എഫക്റ്റും ഉണ്ട്, ഫിൽറ്ററും ഉണ്ട്, അഡ്ജസ്റ്റും ഉണ്ട്. അഡ്ജസ്റ്റ് കൊടുത്തതിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക, നമുക്ക് ബ്രൈറ്റ്നസ് പിന്നെ കോൺട്രാസ്റ്റ് അതൊക്കെ നമുക്ക് കൂട്ടണം, സാച്ചുറേഷനൊക്കെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് ഫിൽറ്ററുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പല ടൈപ്പ് കളറുകളും പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്നതാണ്. അങ്ങനെ പല ടൈപ്പ് ഫിൽറ്ററുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ എഫക്റ്റ് ഈ വീഡിയോൻ്റെ ഓരോ എഫക്റ്റുകൾ ഇതിൽ കിട്ടുന്നതാണ്. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ആവണതായിട്ടുള്ള നമ്മുടെ വീഡിയോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതും അങ്ങനെ കുറേ എഫക്റ്റ് ഇതിലുണ്ട്. ഗ്ലിച്ച് എഫക്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പല എഫക്റ്റുകളും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അതിന് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോയി കിട്ടുന്നതാണ്. അടുത്ത ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതും കൂടി കിട്ടുക, അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീഡിയോ കൂടി ആ വീഡിയോ സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ സ്ക്രീനിൽ വരും. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ വർക്ക് ചെയ്യുന്ന വീഡിയോൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വീഡിയോയും നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനായിരിക്കും ഉള്ളത്. അങ്ങനെ അടുത്ത ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിങ്ങനെ ഒരു കളറ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരണമെന്നുണ്ടെങ്കിലും അതും അങ്ങനെയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബ്ലറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് വേറെ കളർ ഇമേജുകൾ അതൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. നമുക്കിനി സെപ്പറേറ്റ് വേറെ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു നമ്മുടെ ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഇമേജുകൾ നമുക്ക് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഡിലീറ്റ് ആവുന്നതാണ്. എന്നിട്ട് അത് ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാനും, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഒരാണ് ഈ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ. അടുത്ത നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ വീഡിയോ ക്രോപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വീഡിയോൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അടുത്ത വോളിയം ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ
റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ വീഡിയോയ്ക്ക് പകരം വേറൊരു വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ആ വീഡിയോനെക്കാട്ടിയും നമ്മളിപ്പോൾ 30 സെക്കൻഡ് വീഡിയോ ആണ് ആഡ് ചെയ്തേക്കണമെങ്കിൽ ഏകദേശം ആ ഒരു ഡ്യൂറേഷൻ തന്നെയുള്ള വീഡിയോ തന്നെ നമുക്ക് വേണം. പിന്നെ ഈ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് തന്നെ വീണ്ടും ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ തിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് എന്തിട്ടാണ് കുറച്ച് നമുക്കിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം കൂടെ സ്റ്റക്കായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കുറച്ച് നേരം നമുക്ക് സ്റ്റക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ അല്ലാണ്ട് തന്നെയുള്ള വേറെ നമുക്കിതിൽ കൂടുതൽ എഫക്റ്റുകൾ കാര്യങ്ങൾ, പിന്നെ ഇതിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് 3 ലെയർ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.